സത്യയാത്രയുടെ 3-ാം ദിവസം ജനുവരി 16-ാം തീയതി ഉച്ചതിരിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലത്താണ്. ശ്രീ ശശി ഉദയഭാനുചേട്ടന്റെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം വൈകുന്നേരം സന്ദർശിക്കാൻ പോകുന്നത് കൊല്ലം SN കോളേജ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ശാരദാമഠത്തിലേക്കാണ്. ഈ ശാരദാമഠത്തിലേക്ക് പോകാൻ ഒരു കാരണമുണ്ട്. ശാരദാമഠത്തില് പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഗുരുവും അവിടെ സന്നിഹിതനായിരുന്നു. അവിടെ ഗുരു ശ്ലോകം ചൊല്ലിയത് മൈക്കിലൂടെ പുറത്ത് കേട്ടിട്ട് പരിസരത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആരാണ് ആ ശ്ലോകം ചൊല്ലുന്നത് എന്നറിയാൻ വേണ്ടി പഠിച്ചുകൂടി എന്നാണ് ഗുരുവാണിയുടെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. കൊല്ലം ശാരദാമഠത്തിലെ പ്രതിഷ്ഠ ചെയ്തത് നമ്മുടെ ഗുരുവാണെന്ന് വ്യക്തമായി സ്ഥിരീകരിക്കാത്ത ചില ആൾക്കാരിൽ നിന്ന് പറഞ്ഞു കേട്ട ഒരു അറിവുമുണ്ട്. എന്തായാലും അവിടെയും സന്ദർശിച്ച് ഗുരുനാമത്തിൽ പ്രാർത്ഥന സമർപ്പിക്കാനായി ഞങ്ങൾ ശാരദാമഠത്തിലേക്ക് പോകുന്നു. ആ വെള്ളത്തൂമണൽ മേലെ നല്ല കാൽവെള്ള മുദ്ര പതിച്ചു, തൂവെള്ളത്തോർത്തണി മേനി ഇളം സൂര്യ വെളിച്ചം നുകർന്നു. ആ വെള്ളത്തൂമണൽ മേലെ നല്ല കാൽവെള്ള മുദ്ര പതിച്ചു, തൂവെള്ളത്തോർത്തണി മേനി ഇളം സൂര്യ വെളിച്ചം നുകർന്നു. കായൽ പരപ്പുപോൽ മുന്നിൽ വയലേല ജലം പൊങ്ങി നിൽക്കേ, കായൽ പരപ്പുപോൽ മുന്നിൽ വയലേല ജലം പൊങ്ങി നിൽക്കേ, സൗവർണ്ണ കാന്തി മെഴുകിയത് മേവുന്നു പൊൻതറ പോലെ, സൗവർണ്ണ കാന്തി മെഴുകിയത് മേവുന്നു. ചുറ്റുമതിലും അതിനുള്ളിലെ വെള്ളമണലും ഈ മരങ്ങളും ശാരദാമഠവും കാണുമ്പോൾ നമ്മുടെ ഗുരുവിന്റെ പർണശാലയാണ് ഓർമ്മയിൽ വന്നത്. ആ പർണശാലയ്ക്ക് ചുറ്റും വലം വെച്ച അതേ അനുഭവം ശരണം. ഗുരുധർമ്മ സത്യയാത്രയുടെ 3-ാം ദിവസമായ ഇന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം SN കോളേജിനടുത്തുള്ള ശാരദാമഠത്തിലാണ്. ഇവിടമായിട്ട് നമ്മുടെ ഗുരുവായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിൽ ഗുരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഗുരു ശ്ലോകം ചൊല്ലി കേട്ടിട്ട് ഈ പരിസരത്തുള്ള കുറേ അധികം പേര് വന്ന് ഗുരുവിനെ കാണുകയും ഗുരുവിനോട് വളരെ അത് ചൊല്ലിയത് കേട്ടതിലുള്ള വലിയ സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇതുമായിട്ട് അറിവുള്ളവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൊല്ലം ശാരദാമഠം എൻ്റെ പിന്നിലായി കാണുന്നതാണ് കൊല്ലം ശാരദാമഠം. അപ്പം ഇതുമായിട്ട് ഗുരു ഇവിടെ ആരാധന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്ഥലം കൂടെ ഗുരുവിൻ്റെ ആത്മീയ യാത്രയിലെ അല്ലെങ്കിൽ ഈ ഗുരുവായിട്ടുള്ള ബന്ധത്തിൻ്റെ മറ്റൊരു അടയാളം കൂടെ വിശ്വാസികളുടെ അറിവിലേക്കായി പങ്കുവയ്ക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ശാരദാ പ്രതിഷ്ഠയാണ്. ഒപ്പം തന്നെ അതിൻ്റെ കന്നിമൂലയിലായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശ്രീകോവിൽ കൂടി ഇവിടെ കാണാൻ പറ്റും. ക്ഷേത്രങ്ങൾക്കുള്ളൊരു അന്തരീക്ഷമല്ല ഇവിടെയുള്ളത്. ഇത് നമ്മുടെ ആശ്രമത്തിൻ്റെ പ്രാർത്ഥനാലയവും പർണശാലയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വാസ്തുകലയും ആ ഒരു ഭംഗിയും സൗന്ദര്യവുമാണ് ഈ ഒരു കെട്ടിട സമുച്ചയത്തിനും ഈ പരിസരത്തിനുമുള്ളത്. നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ 1990കളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ മാവും പ്ലാവും മറ്റു മരങ്ങളും ഒപ്പം തന്നെ വൃത്തിയും
ആ വെള്ളാരം മണ്ണും എല്ലാം കാണുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഗുരുവിനെയും ഗുരുവിൻ്റെ ശാന്തിഗിരി ആശ്രമത്തെയും ഓർമ്മയിലെത്തിക്കും. നമ്മുടെ ആശ്രമത്തിൽ പണ്ടെന്നോ നടന്ന അതേ ഒരു ഫീലും അതേ ഒരു അനുഭവവും പകരാൻ എന്നെ സംബന്ധിച്ച് ശാരദാ മഠത്തിന് കഴിഞ്ഞു. നമ്മുടെ ഗുരുവിൻ്റെ പൊളിച്ചു കളഞ്ഞ പർണശാലയെ അനുസ്മരിപ്പിക്കുന്ന ഗുരുവിൻ്റെ പർണശാല 4 ചുവരുകളുടെ ആയിരുന്നെങ്കിൽ ഇത് 6 വശങ്ങളുള്ള മതിലുകളോടുകൂടി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഗുരുവിൻ്റെ പർണശാല പോലെ തന്നെ കൂമ്പാരമായിട്ടുള്ള പിരമിഡ് ഷേപ്പിലുള്ള മേൽക്കൂരയും അതിനു മുകളിൽ താഴികക്കുടങ്ങളും ഉണ്ട്. നമ്മുടെ ഗുരുവിൻ്റെ പർണശാലയുടെ മുകളിൽ താഴികക്കുടകൾക്ക് പകരം താമരയും ഓങ്കാരവുമാണ് ഗുരു സ്ഥാപിച്ചിരുന്നത്. ഈ അശോകമരവും വല്ലാത്തൊരു ഫീൽ നൽകി. കാര്യം നമ്മുടെ ഗുരുവിൻ്റെ പർണശാലയുടെ മുമ്പിലും അടുക്കായിട്ടൊരു അശോകമരം ഉണ്ടായിരുന്നു. അത് അതേ ഫീലും അത് ഗുരു നടന്നിരുന്ന ഒരു മണ്ണിൻ്റെ ഒരു വെള്ളാരം മണ്ണിൻ്റെ ഫീലും ഒക്കെ മനസ്സിലൂടെ തൊട്ടമർന്ന് കടന്നുപോയി. ഈ ശ്രീകോവിലിന്റെ ഫ്രണ്ടിലുള്ള ബാലാലയത്തിന്റെ ചുറ്റും ചെയ്തു വെച്ചിരിക്കുന്ന തടിയുടെ കൊത്തുപണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവിന്റെ ആത്മപ്രതിഷ്ഠയുള്ള പ്രാർത്ഥനാലയത്തിന്റെ മുമ്പിലുള്ള ശ്രീകോവിൽ, അതായത് വിവാഹങ്ങളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ എഴുത്തിനിരുത്തുന്ന ആ ഭാഗത്തുള്ള അതിനോട് സാമ്യം തോന്നുന്ന കൊത്തുപണികളും ഒരു കാഴ്ചയുമാണ്, അല്ലെങ്കിൽ ഒരു വാസ്തു വിദ്യയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ വെള്ളത്തൂമണൽ മേലെ നല്ല കാൽവെള്ള മുദ്ര പതിച്ചു, തൂവെള്ളത്തോർത്തണി മേനി ഇളം സൂര്യ വെളിച്ചം നുകർന്നു. അതിരില്ലാതാകാശം നിൽക്കേ അതും കവിയുന്ന ഭാവന ഏതോ. അതിരില്ലാതാകാശം നിൽക്കേ അതും കവിയുന്ന ഭാവന ഏതോ. അകതാരിൽ വിരിയുന്നുണ്ടാവാം സ്നേഹത്തികവിന്റെ ധ്യാനലയത്തിൽ. അകതാരിൽ വിരിയുന്നുണ്ടാവാം സ്നേഹത്തികവിന്റെ ധ്യാനലയത്തിൽ. സ്നേഹത്തികവിന്റെ ധ്യാനലയത്തിൽ. ആ വെള്ളത്തൂമണൽ മേലെ നല്ല കാൽവെള്ള മുദ്ര പതിച്ചു, തൂവെള്ളത്തോർത്തണി മേനി ഇളം സൂര്യ വെളിച്ചം നുകർന്നു.
പറയാറില്ലൊന്നും സ്വയം താൻ, പിന്നെ പറവതു നെഞ്ചിലെ രൂപം. പറയാറില്ലൊന്നും സ്വയം താൻ, പിന്നെ പറവതു നെഞ്ചിലെ രൂപം. അലിവുള്ളോർ മിണ്ടിയെന്നാലും കുഞ്ഞു ചിരി തന്നെ മറുപടിയാകും. അലിവുള്ളോർ മിണ്ടിയെന്നാലും കുഞ്ഞു ചിരി തന്നെ മറുപടിയാകും. കുഞ്ഞു ചിരി തന്നെ മറുപടിയാകും. ആ വെള്ളത്തൂമണൽ മേലെ നല്ല കാൽവെള്ളമുദ്ര പതിച്ചു. തൂവെള്ളത്തോർത്തണി മേനി ഇളം സൂര്യവെളിച്ചം നുകർന്നു. ഇളം സൂര്യവെളിച്ചം നുകർന്നു. ഇളം സൂര്യവെളിച്ചം നുകർന്നു.